ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഈ സജന നൂറിന്റെയും റസൂൽ പൂക്കുറ്റിയുടെയും പിന്നാലെ കൂടുന്നത്? നിങ്ങൾക്ക് മറ്റെന്തെല്ലാം വിഷയങ്ങൾ ചെയ്യാനുണ്ട്, പറയാനുണ്ട്. അതെ, തികച്ചും ശരിയാണ്. മാനവികമായി ചിന്തിക്കുന്ന, ധാർമ്മികമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും ശരിയാണ്, യുക്തിഭദ്രമാണ്. പക്ഷേ ലീഗ് ഭരിക്കുന്ന കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിയണ്ടേ? ലീഗ് ഭരിക്കും കേരള മണ്ണിൽ ലീഗ് ഉണ്ടാക്കും നിയമങ്ങൾ. ഇതിനെ മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്താനല്ല ഞാൻ ശ്രമിക്കുന്നത്. മറിച്ച് MDMA കാരിയറായി ഇവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് ഇവരുടെ തമ്മിലടിയിലൂടെ ഈ കൊച്ചു കേരളം കണ്ടതല്ലേ? അല്ലേ? തൊപ്പി അടക്കമുള്ള ആളുകൾ എന്താണ് ഈ കൊച്ചു കേരളക്കരയിലെ വരുന്ന തലമുറയെ പഠിപ്പിക്കുന്നത്? എന്താണ് ഒരു ഓസ്കാർ ജേതാവ് ചെയ്യുന്ന കാമഭ്രാന്തുകളും കാമലീലകളും ഇന്ന് ഇവിടെ പാട്ടാണ്. അതൊക്കെ ആളുകൾ അറിയണ്ടേ? ഇവര് മുസ്ലിം നാമധാരികളാണ് എന്ന രൂപത്തിൽ സമൂഹത്തിൽ ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വരും തലമുറയെ പോലും തകർക്കുന്ന രൂപത്തിലുള്ള MDMA ലഹരി ഉപയോഗങ്ങൾ മാത്രമല്ല, കാമഭ്രാന്തുകൾ, അബോർഷൻ അടക്കമുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? മറ്റാരും ഇത് ചെയ്യില്ല. അതുകൊണ്ട് നമുക്കത് അഡ്രസ്സ് ചെയ്തേ മതിയാകൂ. ഇതിനെതിരെ ഏതെങ്കിലും ഒരു മത നേതാവോ ഒരു മതസംഘടനയോ ശബ്ദമുയർത്തിയതായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ? മുമ്പൊരിക്കല് KT ജലീൽ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള അക്രമങ്ങൾക്കു പിന്നിലും ഒരു മുസ്ലിം നാമമാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അങ്ങ് പാണക്കാട് നിന്ന് ഒരു മതവിധി പുറപ്പെടുവിച്ചാലും എന്നാണ് KT ജലീൽ പറഞ്ഞത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് വേണ്ടത് പാകിസ്ഥാന്റെ മതനിയമങ്ങളാണെന്ന്. അതുകൊണ്ട് പാണക്കാട് നിന്നൊരു മതവിധി വന്നാൽ മാത്രമേ ഈ ലഹരിയും കള്ളക്കടത്തും കഞ്ചാവും ഈ മലദ്വാർ ഗോൾഡിനും ഒക്കെ ഒരു ശമനം ഉണ്ടാകത്തുള്ളൂ, ഒരു നിയന്ത്രണം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോതാ 17 വയസ്സുകാരിയുമായിട്ട് കോണ്ടമിടാതെ സജന പറയുന്നു, സജനയുടെ മുൻ ഭർത്താവ് ബന്ധപ്പെട്ടതായിട്ട്. ആ ഒരു 17കാരിയുടെ പേര് പോലും സെൻസർ ചെയ്യാതെ ആ കോൾ റെക്കോർഡ് ചെയ്ത് പുറത്തിട്ടതാരാ? സജനയാണ്. എന്നിട്ട് സജന അതിനകത്ത് പറയുന്നുണ്ട്, വല്ലാഹി ഞാനിത് ആരോടും പറയില്ല, നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. മോളെ, നിന്റെ പേരെന്താ? ആരൊക്കെയാ നിന്റെ വീട്ടിലുള്ളത്? നിനക്ക് എത്ര വയസ്സായി? എല്ലാം ചോദിക്കുന്ന വോയിസ് നമ്മൾ കേട്ടില്ലേ? അതുകൊണ്ട് ശരിക്കും ഈ സജനയെ അറസ്റ്റ് ചെയ്യണം. കാരണം സജന ശ്രമിക്കുന്നത് എന്താണ്? എന്തായിരുന്നാലും താൻ നാറി. അതുകൊണ്ട് എല്ലാവരും നാറട്ടെ എന്ന് കരുതി കൂടുതൽ ആളുകളെ ഇതിലേക്ക് തള്ളിവിടുമ്പോൾ ഇത് അഡ്രസ് ചെയ്യേണ്ടുന്ന ഒരു സംഗതി അല്ലേ? അവള് തന്നെ പറയട്ടെ. അവള് പുറത്തുവിട്ട ഒരു വോയിസിന്റെ പേരില് എടുത്ത് വീഡിയോ ചെയ്ത ആളുകളാണ് കുറ്റക്കാര്. ഇവൾ ആ കൊച്ചിന്റെ കോൾ റെക്കോർഡ് ചെയ്തെടുത്ത് പുറത്തിട്ടതല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത്? അല്ലെ? ആ കൊച്ചിന്റെ ഭാവി കൂടി തൊലച്ചടുക്കുന്നതിന് വേണ്ടി, ഫിറോസിനെ തോൽപ്പിക്കാൻ വേണ്ടി സജന കളിച്ച നാടകമല്ലേ ഇത്? റസൂൽ പൂക്കുറ്റിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവനുമായിട്ടുണ്ടായ അവിഹിത കഥകളെല്ലാം എടുത്ത് പുറത്തിട്ടു. ആ പെണ്ണ് 100 രൂപയ്ക്ക് വേണ്ടി ഗൾഫില് ബാറിൽ പോയിരുന്ന കഥ വരെ അവളാണ് വന്ന് മറുനാടനിൽ വന്നിരുന്ന് ഞെളിഞ്ഞിരുന്ന് പറയുക എന്തോ ധീര സാഹസിക പ്രവൃത്തികൾ ചെയ്തതുപോലെ. ഇവരെയൊക്കെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരേണ്ടതില്ലേ? കൊണ്ടുവരണം. കാരണം ഇവർ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ എത്ര പോപ്പുലർ ആയാലും, എത്ര വിദ്യാഭ്യാസം നേടിയാലും, എത്ര പണം നേടിയാലും, എത്ര വലിയ റെപ്യൂട്ടഡ് സ്റ്റേജിൽ ഇരുന്നാലും ശരി, ഇവരുടെ ഈ കൊണമുണ്ടല്ലോ, ആ മദ്രസയിൽ നിന്നും പഠിച്ച വെളിച്ചെണ്ണ പ്രയോഗവും കാമഭ്രാന്തുമൊന്നും തൂത്താലും മായിച്ചാലും അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല. അവള് തന്നെ പറയുന്നുണ്ട്, രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാർ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലുകാർ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ എങ്ങനെ ലീക്കായി എന്നുകൂടി സജന പറയണം. സജന, ആദ്യം നിന്റെ കയ്യിലാണ് വിലങ്ങു വീഴുക. നീയാണ് ആ കൊച്ചിനെ ബ്ലാക്ക്മെയിൽ ചെയ്തത്, നീയാണ് ആ കൊച്ചിനെ ഭീഷണിപ്പെടുത്തിയത്, ആ കൊച്ചിന്റെ പേര് പറയിപ്പിച്ചത് നീയാ, ആ കോൾ റെക്കോർഡ് ചെയ്തത് നീയാ, ലീക്കാക്കിയത് നീയാ. ആ കൊച്ചിന്റെ ജീവിതവും ഭാവിയും ജീവനും ആ കൊച്ചിന്റെ കുടുംബവും ഒക്കെ വെച്ച് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കളിച്ചത് നീയാ.
വോയിസ് റെക്കോർഡും എന്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്, പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്ട് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നുണ്ട്, ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നുണ്ട്. ആ ചാനലുകാർ ഇട്ടിട്ടില്ല, അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിന് കേൾപ്പിക്കും. അപ്പൊ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ആക്കും. എങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട്. ദിയാസനൊക്കെ കുറെ ഡേറ്റിന്റെ കുറെ സംഭവം നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സംഭവിച്ചു തീർന്നില്ലേ, പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഈ കൊച്ചു പറഞ്ഞത് മാറ്റി പറഞ്ഞു. ഈ കൊച്ചല്ലേ ഏതോ ഒരു ഫെബ്രുവരി 15-ാം തീയതിയോ ഇത്ര മണി മുതൽ ഇത്ര മണിക്കും ഇടയ്ക്ക് ഇവള് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, എന്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പെട്ടെന്നാണെന്ന് നോക്കിയ ടേൺ മാറുന്നത്. എന്തു ഈ കൊച്ചിന്റെ അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ആക്കും. എങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട്. ദിയാസനൊക്കെ കുറെ ഡേറ്റിന്റെ കുറെ സംഭവം നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സംഭവിച്ചു തീർന്നില്ലേ, പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം വന്ന് ചെയ്യുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നല്ലേ ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്റെ ദിയക്ക് ഒരു വിശ്വാസം ഇല്ലേ. അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടത്തരവും എന്ന് പറയാം. കാരണം ഇപ്പൊ കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്കുള്ള വരുമാനം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നത്, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളി വരും. നിങ്ങളുടെ നിങ്ങളുടെ ചാനൽ കൂടെ കൂട്ടുന്ന രീതിയിലായിരിക്കും. ഇപ്പം എത്രയോ പോസ്റ്റ് കൂടി ഞങ്ങൾ തന്നെ വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി പൂർത്തിയാവാത്തൊരു കൊച്ചിന്റെ ആ സമയത്ത് ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സുണ്ട്. പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാരും നിങ്ങൾ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ ഇത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ വരാതെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്ക് ആവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും എന്റെ തലയിൽ വരുത്തില്ല. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശമായതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്ക് ആക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ട്. കാരണം ഇത്രയും പോസ്റ്റർ കൂടെ ആരൊക്കെയാണോ ലീക്ക് ആക്കിയ ആ ദിയാസന തന്നെയാണ് ഇത് ലീക്ക് ആക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുമ്പോൾ വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കാം. ദിയാസന, നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ, ഞാൻ ഇപ്പം എന്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ അവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ അവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തെറ്റ് ചെയ്യാത്ത പേടിക്കുന്നില്ല, ഒന്ന് ചെയ്യുന്നതിന്. ദിയാസന ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ഞാൻ പറയുന്നതിന് മുമ്പേ ദിയാസന ടെസ്റ്റ് ചെയ്തേനെ. അതല്ലാതെ ഡേറ്റുകളും മറ്റൊരു കൊച്ചെ ദിയാസന ടെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടല്ലേ കൊച്ചെ ആ കൊച്ചു വീഡിയോ ഇട്ടത്. നീ പൈസ ചെലവാക്കണമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആ കൊച്ചിനെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടുമായിട്ട് വന്നാലും അത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ തന്നെ രംഗത്ത് വരത്തില്ലേ. അതുകൊണ്ട് ആ കൊച്ചതിന് തയ്യാറാണെന്നാ പറയുന്നത്. മറ്റേ മറിച്ചൊന്നും കൊണ്ടുവരാതെ ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. അല്ലെങ്കിൽ ലീഗൽ എനിക്ക് വന്ന് ഞാൻ എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിസൾട്ടും കാര്യങ്ങളും എങ്ങനെ ഞാൻ ഇവിടെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരും. എന്നെ കുറിച്ച് ഒരു വല്ലാത്ത രീതിയിൽ ഒരു പെൺകുറിച്ച് പറഞ്ഞത് അവരുടെ ഡീറ്റെയിൽസും പയ്യെ നിങ്ങൾക്ക് കിട്ടുന്നത് അവൾ എന്താണെന്നുള്ളതും ഞാൻ കുറെ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക, റോഷിനിയുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്റെ കുറെ തെളിവുകൾ കുറെ മീഡിയക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും പറയും. അപ്പം ഈ പുള്ളിക്കാർ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരണം. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ക്രൂഷിച്ച് നിങ്ങൾ ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തിയോട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോകുക പ്ലീസ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങളുടെ ചാനലുകാരടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് അതൊക്കെ കൊണ്ടുപോകാം. നിങ്ങൾ തെളിവ് സഹിതം ഞാൻ ഇട്ട് തരാം. ഓരോ വ്യക്തികളുടെ ദിയാസന, ആൻമരിയ, പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ റോഷിനി, ഇവരുടെയൊക്കെ തെളിവ് സഹിതം. അതായത് ദിയാസനയുടെ എനിക്ക് അറിയില്ല. ദിയാസനയുടെ അറിയാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ടെസ്റ്റ് ചെയ്യും. എന്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെയല്ല പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യേണ്ടത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നീ വന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം, ആൻമേരി 10 വർഷമായിട്ട് ഞാൻ ഒരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട് എന്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിൽക്കുള്ളൂ. 1.5 വർഷം 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചെന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാൽ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ
ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ പാവം പിടിച്ച പയ്യനെ 40,000, 50,000, 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്ത ഞാൻ നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവർക്ക് അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് ഉമ്മോടുക്കും കെട്ടിപ്പിടിക്കും അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്ത് വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ച് കളഞ്ഞിട്ട് അടുത്തവന്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകൾ തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച് ആ കുടുംബം പോയി നശിപ്പിച്ചതിന്റെ അവരെല്ലാം നിന്റെ അടുത്ത് റിവെഞ്ച് വേണ്ടി തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണുകളില്ല മോളെ. ഞാൻ പോലെ അല്ല അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു മോളെ. ആണുങ്ങൾ അവർക്ക് രീതിയിൽ ഇറങ്ങാനേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ ഇരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. പിന്നെ അതേപോലെ റോഷി നീ തീർന്നോളെ. നിന്റെ എല്ലാ കാര്യങ്ങളും സ്വർണ്ണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനം ഉണ്ടല്ലോ. ഒത്തിരി ദിവസം ഞാൻ കുറച്ച് ചാനലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നീ എന്താണെന്നുള്ളതും തെളിയും. പക്ഷെ കാലം ഒരു ദിവസം സജിന് ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇതെല്ലാം എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാർ നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. കാരണം എനിക്ക് എന്റെ മുന്നിൽ ഞാൻ അങ്ങേയറ്റം എനിക്കറിയാം ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് ഒരു ഡ്രഗ്സ് മാഫിയയിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്. എനിക്കറിയാം ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട്. അപ്പോൾ സജന ഏതാണ്ട് കുറ്റിയെ മാറ്റി പിടിച്ചിട്ടുണ്ട്, സജന അടുത്ത മാഫിയയെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ തൽക്കാലത്തേക്ക് കുറ്റി രക്ഷപ്പെടുമെന്ന് വിചാരിക്കാം. തൽക്കാലം നോക്കാം. പല ഗ്യാങ്ങുകളും ഉണ്ട്. അവർക്ക് വേണ്ടി പൈസ ഇറക്കി പല ചാനലിലേക്കും പൈസ കൊടുത്ത്, ഇപ്പൊ എല്ലാ ചാനലും ഞാൻ പറയുന്നില്ല, പല ചാനലിലേക്കും പൈസ കൊടുത്ത് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങൾ എന്റെ ഈ ദിയാസനെ തന്നെ മറപ്പിച്ചിട്ട് എന്റെ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ദിയാസനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിന്റെ മാഫിയയിലാണ് ഞാൻ കയറി വെട്ടിക്കുന്നത്. എനിക്കറിയാം ഞാൻ ഭയങ്കര വലിയൊരു തലയിലാണ് തല വെച്ചിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടിയിരിക്കും. ദിയാസന നിന്നെ കൊണ്ട് നീ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പോരാടിയിരിക്കും. കാരണം എനിക്ക് എന്നെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തായാലും നീ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ എന്റെ മനസ്സിനെ കാണാൻ സമയമില്ലല്ലോ. അപ്പൊ അത്രയും അപ്പൊ വീട്ടിൽ വന്നെന്ന് പറഞ്ഞത് വരെ തിന്നോളാൻ പറഞ്ഞു. ഒരു സമയമൊക്കെ പറഞ്ഞിട്ട് ഫെബ്രുവരി 15 ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ മറ്റേത് ചോറ് തിന്നുന്നത് പോലെ MDMA തിന്നോട്ട് വിട്ടോ. ശരി. പിന്നെ ഈ പറഞ്ഞ നാട്ടിൽ നീ കുറെ പെണ്ണുങ്ങളെന്ന് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നടക്കുന്നത്. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. കാരണം ഞാൻ അവർക്ക് റിക്വസ്റ്റ് എന്താണ് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. എനിക്കിത് നമ്മൾ ലാബിൽ ചെയ്താണ് കണ്ടത്. റൂൾസ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും എന്റെ റിസൾട്ട് കാണിക്കാൻ. ഉടനെ തന്നെ ദിയാസന ഇതെല്ലാം ലോകം അറിയും എന്റെ മോളെ. ഒരു എന്താ പറയുക ഒരു നാൾ കള്ളം പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്നത് മോളെ പിടിക്കപ്പെടും. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും. ചിലപ്പം എന്നെ ഇവന്മാരെ ഈ പറഞ്ഞ ഡ്രഗ്സ് മാഫിയയിൽ കയറി കളിച്ചുകൊണ്ട് ചിലപ്പോൾ എന്താ സംഭവിക്കുന്ന അത് ഞാൻ എഴുതി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പക്ഷെ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇത് പോരാടും. അതിനെ മറക്കാൻ കൊണ്ടുവന്നോ ദിയാസന എനിക്കറിയാം കൊണ്ടുവരും. നീ അത് മറക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പുറകെ ഞാൻ ഉണ്ടായിരിക്കും ദിയാസന. അതുപോലെ തന്നെ അപ്പോ ഇവരെ ആടാൻ തന്നെ തീരുമാനിച്ചു. പോര് ആടും. ഈ വീഡിയോ ലീക്കായ സമയത്ത് എന്നെ കുറെ ആൾക്കാർ എന്റെ കുറെ ഫ്രണ്ട്സ് വഴി ഞാൻ ഡയറക്റ്റ് എടുത്തൊന്നും ചാനലായിട്ട് സംസാരിച്ചില്ല. എന്റെ ഫ്രണ്ട്സ് തമ്മിൽ എന്നെ വിളിച്ചിട്ട് ഇന്നാണൊക്കെ ഒരു വീഡിയോ ഉണ്ട് ഞങ്ങൾ ശരി ഇന്നാണക്കൊരു വീഡിയോ ഉണ്ട്. ആ അണക്ക് വീഡിയോ ഇവിടെ നിൽക്കട്ടെ. ഇതിന് ചില കമന്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ഓഡിയൻസിന്റെ അഭിപ്രായം കൂടെ നോക്കണ്ടേ? എന്റെ പൊന്നു സമൂഹമേ, ഇതുപോലെയുള്ള അവളുമാരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അകറ്റി നിർത്തുക. ഒരു സിനിമ കഥയെ വെല്ലുന്ന പരിപാടികളാണ് ഇവളുമാരെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ സഹോദരങ്ങളൊന്നും ഇവരുടെ കുടുക്കിൽ പോയി വീഴാതിരിക്കട്ടെ. ആമീൻ. നീയല്ലേ ഇതൊക്കെ കൊടുത്തത് കള്ളിയേ. ഇത് നിക്കട്ടെ, അത് നിക്കട്ടെ. പൂക്കുട്ടി അബോഷൻ എവിടെ എത്തി? കോടി കിട്ടിയോ? ആ വോയിസ് നീ തന്നെ പറയുന്നു. 2 മീഡിയക്കാർക്ക് കൊടുത്തു, സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തെന്ന്. അപ്പോൾ ആദ്യം അകത്താകേണ്ടത് തന്നെ നീയല്ലേ? നിയമം നീ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കണോ? എന്തായാലും നനഞ്ഞു. ഇനി കുളിച്ച് കയറിയാൽ മതി. എന്തൊരു ജന്മം സ്വയം നശിച്ചു. പൂക്കുറ്റി ഭാര്യയെയും അവരുടെ മക്കളെയും സമൂഹത്തിന് മുമ്പിൽ നാറ്റിച്ചു. ബുദ്ധിമാനായ വിഡ്ഢി പെരുങ്കള്ളി, നിന്നെയൊക്കെ പിടിച്ച് അകത്തിടാൻ ഈ നാട്ടിലൊരു വകുപ്പുമില്ലേ ഗഷ്ടം. നിന്റെ ഒറ്റ കുത്തിക്കഴപ്പാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഓക്കെ നുണച്ചി പരനാറി പോയി ചാവടി, നിനക്കൊന്നും വേറെ പണിയില്ലേ? പോടി വീട്ടിലിരിക്കെ കള്ളിപ്പൂങ്കുറ്റി. ഓക്കെ 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 അറിഞ്ഞുകൊണ്ടത് അധികാരികളെ അറിയിക്കാതെ ചാനലുകൾക്ക് കൊടുത്ത നിങ്ങളാണ് പോക്സോ കേസിലെ ഒരു പ്രതി. ദയവ് ചെയ്ത് സജന, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കുക. നിങ്ങൾക്കൊന്നും നാണമില്ലേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് പറയാൻ? അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവരാരും ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കത്തില്ല. പേടി. ഓക്കെ എഴുന്നേറ്റ് പോകാമോ ഒന്ന്? പൂക്കുറ്റി കേറ്റാൻ നിനക്കറിയാലോ. ശരി ഓക്കെ. സജനയ്ക്ക് പറയാനുള്ളത് പബ്ലിക്കിനോടാണ്. ഇതെടുത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളോടാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് എടുക്കരുത്.
കാരണം എന്താ, അതവിടെ കിടക്കട്ടെ. നിങ്ങൾ എന്തിനാണ് എടുത്തൊക്കെ തിരുത്തുന്നത്? എടുക്കല്ലേ. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാർ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലുകാരെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എന്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം ഒരുപാട് ആളുകളെടുത്ത് CWCക്ക് പരാതിയായിട്ടും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സജന നല്ല രീതിയിൽ പേടിച്ചു, നല്ല രീതിയിൽ ഭയന്നിട്ടുമുണ്ട്. എന്നിട്ട് ഇന്റെ നെഞ്ചത്തോട്ടെടുത്ത് വെച്ചേക്കാം ഞാനത് പബ്ലിഷ് ചെയ്തെന്ന്. സജന ആ കുട്ടി സംസാരിക്കുന്ന ഓഡിയോ സജനയുടെ കയ്യിൽ നിന്ന് എവിടെ പോയി എന്നുള്ളത് സജന പറഞ്ഞു. ഓക്കെ, അപ്പോൾ സജന ഏതാണ്ട് കുരുങ്ങും എന്ന് ഉറപ്പായിരിക്കുന്നു. സജന, പൂക്കുറ്റി, ഫിറോസ് ഇവരെയൊക്കെ സാമുദായിക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടില്ലേ? അപ്പോ പൂക്കുറ്റിക്കാക്ക ഏതാണ്ട് കുറ്റി തകർന്നു. കാക്കാടെ ഇതിനോട് തന്നെ തകർത്ത് കാണും. അതായത് കാക്ക ഗർഭമുണ്ടാക്കുന്നു, അലസിപ്പിക്കുന്നു, ഗർഭമുണ്ടാക്കുന്നു, അലസിപ്പിക്കുന്നു, ഗർഭമുണ്ടാക്കുന്നു, 3 കോടി കൊടുക്കുന്നു, വീണ്ടും ഗർഭമുണ്ടാക്കുന്നു, വാച്ച് വാങ്ങിച്ചു കൊടുക്കുന്നു, വീണ്ടും കള്ളവെടി വെക്കുന്നു, ഡയമണ്ട് വാങ്ങി കൊടുക്കുന്നു, വീണ്ടും കള്ളവെടി 10 പവൻ, കള്ളവെടി 30 ലക്ഷം, കള്ളവെടി 45 ലക്ഷം. ഇങ്ങനെ വെടിവെച്ച് ഏതാണ്ട് വെടിമരുന്ന് മുഴുവനും തീർന്ന ഒരവസ്ഥയിൽ ഇനിയും കാക്കായ്ക്ക് ഓസ്കാർ ആരെങ്കിലും കൊടുക്കുന്നില്ല, കൊടുത്തത് തന്നെ തിരിച്ചു വാങ്ങിക്കാനാണ് സാധ്യത. പിന്നെ ഫിറോസ്, ഇതൊക്കെ ദേശീയ ദുരന്തങ്ങളാണ് കേട്ടോ, സാമുദായിക ദുരന്തമാണ് കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ സീരിയലിലേക്കൊക്കെ ചിലപ്പോൾ സജനയ്ക്ക് വെളിയിട്ടൊന്നും അറിയില്ല. കാരണം സജന അഭിനയത്തിന് മീഡിയയിൽ കിടന്ന് അഭിനയിച്ച് തകർക്കുവാണ്. സജന തന്റെ സകലമാന കഴിവും മികവും എഫിഷ്യൻസിയും പുറത്തെടുത്ത് തന്റെ അവസാന കച്ചിത്തുരുമ്പ് എന്ന വണ്ണം പിടിച്ചു കേറാനുള്ള ശ്രമത്തിനിടയിൽ അപ്പോഴും ദിയാസന വന്ന് പിടിച്ചു വലിച്ച് താഴെയിടുന്നു. രക്ഷയില്ല. എന്നാലും അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ സജനയ്ക്കെതിരെ CWCയിൽ കേസും വന്നു. 17കാരി കേസുമായിട്ട് മുന്നിൽ. പിന്നൊരു കാര്യമുണ്ട്, പൂക്കുറ്റി കരഞ്ഞു വിളിച്ചൊരു സ്റ്റാറ്റസ്. അവരെന്റെ വീട്ടിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു. ആര്? സജന. എന്റെ ഭാര്യയാകട്ടെ ഓൾമോസ്റ്റ് ഡൗൺ ആയിപ്പോയി, അവരുടെ മൈൻഡൊക്കെ ആകെ ബ്രോക്കൺ ആയിപ്പോയി. അതുകൊണ്ട് അവളുടെ മക്കളെയും കൊന്ന് ജീവൻ ഒടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. എന്റെ പൊന്ന് പൂക്കുറ്റി, നീ നിന്റെ പൂക്കുറ്റിയും കൊണ്ട് മര്യാദയ്ക്ക് വീട്ടിലിരുന്ന വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? നീ പൂവ് വിതറാൻ വേണ്ടി, തേൻ വിതറാൻ വേണ്ടി തേനീച്ചയെ പോലെ, വണ്ടിനെ പോലെ അള്ളിപ്പിടിച്ച് ഓരോരുത്തരെയും തേടിപ്പിടിച്ച് പോയത് കൊണ്ടുള്ള ബലമല്ലേ? എടാ പോച്ചേ, എല്ലാവരുടെയും കയ്യിലുണ്ട്. സജനയുടെ സാധനങ്ങളെല്ലാം എല്ലാ സ്ത്രീകൾക്കുമുണ്ട്. പൂക്കുറ്റിയുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം എല്ലാ പുരുഷന്മാർക്കുമുണ്ട്. ഇവർക്കൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ അവരൊക്കെ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ എത്ര കുടുംബങ്ങൾ ഇതുകൊണ്ടില്ലാതായി. സജന പറയുന്നു, ഒരുപാട് കുടുംബങ്ങളെ ഇല്ലാതാക്കിയ ഒരാളുടെ കഥ. അയ്യോ, 5-6 കുടുംബങ്ങൾ ഇല്ലാതായിരിക്കുന്നു. സജന കാരണം എത്ര കുടുംബങ്ങൾ? സജനയുടെ ആദ്യത്തെ ഭർത്താവ്, രണ്ടാമത്തെ ഭർത്താവ്, 3, 4, 5 കാമുകന്മാർ എന്ന് വേണ്ട. പക്ഷേ സജന അപ്പോഴും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, എനിക്ക് കോടികൾ വേണം. പൂക്കുറ്റിയോട് അടിക്കട, മര്യാദയ്ക്ക് ഉണ്ടാക്കട കുട്ടിയെ, നിന്റെ കുട്ടിയെ എനിക്ക് വേണം. അല്ല സജന, തൽക്കാലം ഒരു കൊണ്ടിട്ടാ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. വേണ്ട, ഞാൻ സാധാരണ അതൊന്നും ഉപയോഗിക്കാറില്ല. അത് ലോകം മൊത്തം അറിഞ്ഞപ്പോ. ഇനിയിപ്പോ എന്തായിരുന്നാലും കാക്കാട് ഓസ്കാറും പിടിച്ചു വാങ്ങി ചെകിട്ടച്ചൊരെണ്ണം കൊടുത്ത് മിക്കവാറും നാട്ടുകാർ തന്നെ കൈവയ്ക്കുന്ന ലക്ഷണമാണ്. അതല്ലെങ്കിൽ പെണ്ണുമ്പിള്ളയും മക്കളും എല്ലാം കൂടെ ഓസ്കാറും അരിയിട്ട് തീയുമിട്ട് ഇയാൾക്ക് കിട്ടിയ സകലമാന അവാർഡുകളും തീയിട്ട് ഇയാളെ മുണ്ടും തുണിയും ഇല്ലാതെ മിക്കവാറും കെട്ടി തൂക്കാനാണ് സാധ്യത, വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ കുടുംബം ഒരു തെറ്റും ചെയ്യാതെ ട്യൂമറായിട്ടുള്ള സ്ത്രീയും ആ മക്കളും അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ. ഒരു നിമിഷമെങ്കിലും ഇവരൊക്കെ ഒന്ന് അറിയണ്ടേ. ഭാര്യയും മക്കളും ഒക്കെ വീട്ടിലുള്ളപ്പോഴത്തേക്കിന് പോയതല്ലേ കള്ളവെടി വെക്കാന്. എന്നാലും എന്തോ ചെയ്യാനല്ലേ.